നീതുവിൻ്റെ അച്ഛൻ പറയും അവൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് നീ അവളോട് മിണ്ടിയതുകൊണ്ടാ. ഇനി നീ മേലാൽ അവളോട് മിണ്ടാൻ പാടില്ല. ഹരീഷ് പറയും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞാൻ ഇനിയും അവളോട് സംസാരിക്കും. ഞാൻ അവളോട് ഇഷ്ടം വീട്ടിൽ വന്നല്ല പറഞ്ഞത്, അവളെൻ്റെ വർക്ക്ഷോപ്പ് വന്നാ പറഞ്ഞത്. കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആൺകുട്ടികൾ അത് വേണ്ടെന്ന് വയ്ക്കുമോ? നീതുവിൻ്റെ ചേട്ടൻ ഹരീഷിനോട് തട്ടിക്കയറാൻ നോക്കുമ്പോൾ ഹരീഷ് തിരിച്ചും അതുപോലെ മറുപടി കൊടുക്കുകയാണ്. നിൻ്റെ പെങ്ങളോട് എന്നെ കാണണ്ടെന്ന് പറയാം. അത് പറയാത്തിടത്തോളം ഞാൻ അവളോട് സംസാരിക്കും. നീതു പറയും ഞാൻ ഇനിയും കാണും, സംസാരിക്കുകയും ചെയ്യും. സുധീഷ് അവനെ പിടിച്ച് പറയും, അല്ലടാ നീ താമസിക്കുന്നത് കൊട്ടാരത്തിലൊന്നുമല്ലല്ലോ, ഈ വാടക വീട്ടിൽ തന്നെയല്ലേ. ഇവിടെ താമസിക്കുന്ന നീ അവിടെ വന്ന് ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? വാടക വീടിൻ്റെ കാര്യം പറഞ്ഞ് നീതുവിൻ്റെ ചേട്ടനെ സുധീഷ് പരിഹസിക്കുകയാണ്. നീതുവിന് പക്ഷേ അതൊന്നും ഇഷ്ടാവുന്നില്ല. നീതി ഹരീഷിനോട് പറയും, ഹരീഷേ നിൻ്റെ ചേട്ടനോട് മതിയെന്ന് പറ. ഹരീഷ് പറയും അവിടെ വന്ന് കുറേ ഷോ ഇറക്കിയതല്ലേ, കുറച്ച് കേൾക്കട്ടെ. നീതുവിൻ്റെ ചേട്ടൻ ദേഷ്യം വന്ന് ഹരീഷിനെ അടിക്കാൻ നോക്കുമ്പോൾ സുധീഷ് അവനെ പിടിച്ച് അടിക്കാൻ നോക്കുകയാണ്. നീതു പറയും ഹരീഷെ മതി, നിൻ്റെ ചേട്ടനെയും കൂട്ടി പോകാൻ നോക്ക്. അവരവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ ഹരീഷ് ചോദിക്കും നമ്മൾ കുറച്ച് കൂടിപ്പോയോ? സുധീഷ് പറയും ഇല്ലടാ നീ പറഞ്ഞതൊക്കെ കറക്റ്റാ. അതല്ല ആ വാടക വീടിൻ്റെ കാര്യം പറഞ്ഞതൊക്കെ കുറച്ച് കൂടിപ്പോയില്ലേ. അതുവരെ ബൾബ് പോലെ കത്തി നിന്ന് അവളുടെ മുഖം ആകെ കെട്ടുപോയി. സുധീഷ് പറയും നമ്മുടെ വീട്ടിൽ വന്ന് അങ്ങനെ പറഞ്ഞാലേ കുറച്ചങ്ങനെ ഇരിക്കട്ടെ. നീതുവിനോട് അച്ഛൻ പറയും ഞാൻ നിന്നെ എന്തൊക്കെ രീതിയിൽ ഉപദേശിച്ചു, അവർ നമ്മുടെ വീട്ടിൽ വന്ന് കയറി പറഞ്ഞത് കേട്ടില്ലേ. ഒരു ഗതികെട്ടവരായതുകൊണ്ടാണ് നമ്മൾ വാടക വീട്ടിൽ താമസിക്കുന്നതെന്ന്. ഗതികെട്ടവർ താമസിക്കുന്ന വാടക വീടെന്ന് പറഞ്ഞാൽ നീയും ഗതികെട്ടവളെന്ന അർത്ഥം. നീതു പറയും അവരെന്നെ ഒന്നല്ല പറഞ്ഞത്. അച്ഛൻ പറയും ഇവിടെ വന്ന് നിൻ്റെ ചേട്ടനെ തല്ലാൻ ധൈര്യം കാണിച്ചവർ നാളെ എന്നെയും തല്ലും. ആ നാണക്കേട് കൂടി നീ എനിക്ക് വാങ്ങിച്ചു തരരുത്. നിധി സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുധിയും ഹരീഷും കൂടെ അങ്ങോട്ട് കയറി ചെല്ലും. സുഭാഷിക്കും നിങ്ങൾ എവിടെ പോയിട്ടാണ് വരുന്നത്? അവരിങ്ങനെ പരിങ്ങി കളിക്കും. ഹരീഷ് പറയും ഞങ്ങളൊരു ജോഗിങ്ങിന് പോയതായിരുന്നു. സുധീർ ഇതാ ഇവൻ്റെ വയറൊക്കെ കണ്ടില്ലേ ചാടിയിട്ടുണ്ട്. ഹരീഷ് ഇതാ സുധീഷ് ചേട്ടനും ചാടിയിട്ടുണ്ട്. സുധീഷ് പറയും അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ. സുഭാഷ് പറയും കുട്ടികളായിരുന്നു എനിക്ക് പേടിയില്ലായിരുന്നു. നിങ്ങൾ പോയിട്ട് സകല വള്ളിയും പിടിച്ചായിരിക്കും വരിക. സവോള അരിഞ്ഞ് കണ്ണരിയുമ്പോൾ സുധി പറയും ഇങ്ങ് താ നിധി ഞാൻ അരിഞ്ഞു തരാം. നിധി പറയും വേണ്ടാന്ന്. പക്ഷേ സുധി അത് പിടിച്ച് വാങ്ങിച്ചിട്ട് അരിയാണ്. നികേഷ് ചോദിക്കും നീതുവിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തായി? സുധീഷ് ഞെട്ടിയിട്ട് ചോദിക്കും നിന്നോടാരത് പറഞ്ഞത്? ഓ അപ്പോൾ അവിടെ പോയല്ലേ? അല്ല ഇങ്ങനൊരു നുണ നിന്നോട് ആരാ പറഞ്ഞത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളെന്തിനാ അവിടെ പോകണം? ആ സമയത്ത് നീതുവിൻ്റെ വീട്ടിൽ നിന്ന് ഓട്ടോയിൽ അങ്ങോട്ട് ആൾ വരികയാണ്. സുഭാഷ് നീതുവിൻ്റെ അച്ഛനോട് എന്താ കാര്യം ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞതല്ലേ നമ്മളെ ഫാമിലി തമ്മിൽ ചേരില്ല എന്ന്. പിന്നെ എന്തിനാ അവന് പിന്നെ അവളുടെ പിന്നാലെ നടക്കുന്നത്? ഇന്നവർ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഭാസ്കരനെ കുറിച്ചും അയാൾ പറയുമ്പോൾ ഭാസ്കരന് വലിയ ഇടപെടുകയാണ്. ഭാസ്കരൻ വിട്ടുകൊടുക്കുന്നില്ല, തിരിച്ചും അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മകളെ നിലക്കി നിർത്ത്, എന്നിട്ട് ഇവിടെ വന്ന് പഠിപ്പിക്കുക. നീതുവിൻ്റെ അമ്മ പറയും അവൾ പറഞ്ഞത് കേൾക്കുന്നില്ല, അതൊക്കെ ശരിയാ, പക്ഷേ അവളെ കൊണ്ട് ഞങ്ങൾ നിർത്തിച്ചോളാം. ഹരീഷ് പറയും അവളെ എന്നെ തേടി വരാതെ ഞാൻ അവളെ തേടി പോയിട്ടില്ല. ഇനി അവൾ എന്നെ കാണാൻ വന്നാൽ ഞാൻ കാണുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും. അമ്മ പറയും ഇനി അവൾ ഇങ്ങോട്ട് വരില്ല. സുധീഷ് പറയും നിങ്ങളുടെ വിലക്ക് ധിക്കരിച്ച് അവൾ ഇവിടെ വന്നാൽ ഇവരുടെ കല്യാണം ഞാൻ നടത്തി കൊടുക്കും. അമ്മ ചോദിക്കും എന്നിട്ട് ഇവിടെ താമസിപ്പിക്കായിരിക്കുമല്ലേ? ഒരു പെണ്ണിന് വാഴാൻ പറ്റിയ വീടാണോടാ ഇത്? ഈ വീട്ടിൽ വന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഇവിടെ സ്ഥിരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അച്ഛൻ നിധിയെ കാണിച്ചിട്ട് പറയും കണ്ടില്ലേ എൻ്റെ മകൻ സുധീഷ് കൊട്ടാരം പോലെ ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറക്കി കൊണ്ടുവന്നത്. അവളിപ്പോഴും ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരുടെ കല്യാണത്തിൻ്റെ അന്ന് ഇവിടെ വന്ന് ബിരിയാണിയിൽ നിന്ന് പോയ ആൾക്കാരല്ലേ? നിധുവിൻ്റെ അമ്മ പറയും ആര് തിന്നു? ആ ഭാഗ്യദോഷിയൊന്ന് കാണാൻ ഇവിടെ വരെ വന്നു, അത്രേ ഉള്ളൂ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിധി സുധിയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. സുധിക്ക് എന്താ നിധി ഞാനവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നിധിക്കും താലി എവിടെ? സുധിക്ക് ഏത് താലി? എൻ്റെ താലി. സുധി പറയും അതിവിടെ എവിടെ ഉണ്ട്. അതെടുക്കാൻ സുധി അകത്തേക്ക് പോകും. സുധി ഒരു പെട്ടിയായിട്ട് വരും, അതിലൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാവും. നിധി വയ്ക്കും ഇതിൻ്റെ ഉള്ളിലാണോ വെച്ചത്? അതഴിക്കുമ്പോൾ അതിൽ വേറൊരു പെട്ടി ഇവിടെ ഉണ്ടാവും. നിധി വയ്ക്കും എന്തിനാ ഇങ്ങനെയൊക്കെ വെച്ചത്? സുധി പറയും നിധിയുടെ താലിയല്ലേ, അപ്പോൾ ഭദ്രമായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സുധി അതെടുത്ത് കഴിയുമ്പോൾ നിധി പറയും ഇങ്ങ് താ. ഇതെന്തിനാ പണയം വെക്കാനാണോ? ഇങ്ങോട്ട് താടോ. എടോന്നോ? ഓ ഹരീഷിൻ്റെ കല്യാണം നടത്താനാണല്ലേ? അല്ല അതിന് പെണ്ണെവിടെ? നിധി അത് സുധിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. എന്നിട്ട് നിധി അത് കഴുത്തിലിടും. സുധിയോട് പറയും വാ. സുധിക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാവും. നിധി ആ വഴക്കിൻ്റെ ഇടയിലേക്ക് പോയിട്ട് പറയും നിർത്ത്. നീതുവിൻ്റെ അമ്മയ്ക്കും നീ ആരടി എന്നോട് പറയാൻ? നിധി പറയും നിങ്ങളൊക്കെ ഇത്രയും നേരം സംസാരിച്ചില്ലേ, ഇനി ഞാനൊന്ന് സംസാരിക്കട്ടെ. സുഭാഷ് വേണ്ട മോളെന്ന് പറയുമ്പോൾ നിധി പറയും സുഭാഷ് ഏട്ടനൊന്നും മിണ്ടാതിരിക്കുക. ഞാൻ ഈ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 4-5 മാസമായി. എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇവരൊക്കെ എന്നോട് നല്ലോണമല്ലേ സംസാരിക്കുന്നത്? ഈ പറഞ്ഞ നാട്ടുകാരെ തന്നെയാണല്ലോ പറഞ്ഞിരുന്നത് ഞാനിവിടെ കുറേ കാലം നിൽക്കില്ലെന്നൊക്കെ.
അവർക്ക് തിരിച്ച് മറുപടി ഇല്ലാത്ത രീതിയിൽ നിധി അവരോട് സംസാരിക്കുകയാണ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാവും. അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. സുധീഷ് ഒരു യുദ്ധം ജയിച്ച രീതിയിൽ നികേഷിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഞെക്കും.